അഖിലെ കള്ളത്തരമല്ലേ ഈ പറയുന്നോക്കെ? അതെങ്ങനെ ഹാഷ്മി ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്ന കള്ളത്തരം ഇയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയണത് എങ്ങനെ അറിയാം? നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കല്ലടിച്ച് ഞാൻ പറിക്കും. ഉണ്ടാക്കുന്നതല്ല ഹാഷ്മി മാധ്യമ പ്രവർത്തനം, സത്യം കണ്ടെത്തല. അഖിൽമാരാണോ സത്യം, സാബു ജേക്കബാണോ സത്യം? കണ്ടുപിടിക്കും. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അഖിൽമാരാർ തന്നെ പറഞ്ഞു. ഒറ്റ ഒന്ന് കേൾക്കാവോ? ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്. സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്തോ അഖിലെ ഇത്? വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഹാഷ്മി ഒരു മിനിറ്റ്. പറഞ്ഞാലും ജീവിതത്തിൽ സത്യത്തിനപ്പുറം ഞാൻ അഖിൽമാരാർ കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് വിളിച്ചോണ്ട് വന്ന് വഞ്ചിച്ച് തൃക്കാക്കര ഇട്ട് തോപ്പിച്ചു. അഖിലെ വഞ്ചിച്ചു. അഖിൽമാരാർ അവിടെ ഗോപകുമാർ എന്ന് പറയുന്ന അതിന്റെ ഉപാധ്യക്ഷന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിടുന്ന് കരഞ്ഞു. കുഞ്ഞിനെ പോലെ സാബു ജേക്കബിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞത് വൈകാരികമായി കരഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാണെങ്കിൽ ചോദിക്കുക. ഇത് കാണിച്ചല്ലോ, ഇനി ഞാൻ പറയും. അഖിൽമാരാർ പ്രവോക്കണ കാര്യമില്ല. ഹാഷ്മി ഒരു മിനിറ്റ്, കളിയാക്കി ചിരിക്കലല്ല. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരുമില്ല. പറഞ്ഞാണിത് ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. ഇങ്ങനെ നാറിയ കളികളിക്ക് ഇഷ്യൂ അതല്ലോ. ഇതിനാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവല്ലേ കാശ്മീർ? ഞാൻ പറഞ്ഞു ഇനി ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. അഖില് തന്നെ അവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കും. സാബു സാറോട് ചോദിച്ചു, സാബു സാറേ എനിക്ക് തൃക്കാക്കര തരൂ, ഞാൻ മത്സരിക്കാം. എന്റെ എല്ലാ മാനവും പോയി. എന്തൊരു തള്ള. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ തോക്കാൻ വേണ്ടിയാ മത്സരിക്കുന്നത്. കള്ളം പറയുവോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കേരള രാഷ്ട്രീയത്തിലോ സത്യസന്ധനെ പറഞ്ഞേ. പോടോ പാരട്ടെ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം.